ഇതുപോലൊരു സോഫ്റ്റ് ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഉണ്ടാക്കാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എങ്ങനെ റെസിപ്പി നോക്കിയാലോ? ഫസ്റ്റ് ഷുഗറും ഏലക്കും പഴം കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ദെൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ശർക്കരപ്പാനിയും പഴത്തിന്റെ മിക്സും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ശർക്കരപ്പാനി ആദ്യം കുറച്ച് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാറ്ററിലേക്ക് തിക്നെസ്സിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് മിക്സ് ആക്കി എടുക്കാം. ദെൻ ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് നാളികേരക്കൊത്തോട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം കുറച്ച് എള്ളും കൂടി ഇട്ട് മിക്സ് ആക്കി നമുക്കത് ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ലാസ്റ്റ് സോഡാപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഓരോരോ ബാച്ചായി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കാൻ, അല്ലെങ്കിൽ ഉള്ളിൽ നന്നായി വെന്ത് കിട്ടില്ല. എന്നിട്ട് നന്നായി ഫ്രൈ ആയി കളർ മാറി വരുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ണിയപ്പം റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്, മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഓക്കെ, ബൈ.